പ്രിയമുള്ളവരെ, ഞാൻ ഇപ്പം അങ്ങനെ ഒരു വീഡിയോ ചെയ്യണേ. നമ്മളൊരു കാര്യം നമ്മൾ വളരെ ഗൗരവമായിട്ട് ചിന്തിക്കുന്ന സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളൊന്നും ചെറുപ്പത്തിൽ ജീവിച്ചതുപോലെ അല്ലെങ്കിൽ നമ്മളൊക്കെ വളർന്നതുപോലുള്ളൊരു ജീവിതമല്ല ഇന്ന് വളർന്നു പോകണം. ഞാനിത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാണ്ടായ കാരണം, കാസർഗോഡ് ഇന്നലെ ഒരു മദ്രസാധ്യാപകനെ മകനെ മദ്രസന്ന് അടിച്ചു എന്ന് പറഞ്ഞിട്ട് വളരെ മോശമായിട്ട് സാധാ മനുഷ്യനോട് പോലും ഒരു അധ്യാപകനോട് ചെയ്യുന്ന ഒരു ക്രൂരത കണ്ടപ്പോൾ വളരെയധികം സങ്കടം തോന്നി. ഈ മദ്രസാധ്യാപകരെ അവരെ ശമ്പളം, അവർ ജീവിക്കുന്ന അവരുടെ കഷ്ടപ്പാടൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. ഇന്ന് 90% ഈ പോസ്കോ കേസ്, കുട്ടികളെ പീഡിപ്പിച്ചു പറഞ്ഞ കേസുകളിൽ 90% വെറും കെട്ടിച്ചമച്ച കേസുകളാണ്. വ്യക്തിവൈരാഗ്യം തീർക്കാനും അതുപോലെ അവിടെ പിടിച്ചു ഇവിടെ പിടിച്ചു പറഞ്ഞാൽ കേസ് കൊടുക്കാണ് കോടതിയിൽ. സമൂഹത്തിൽ മാനം കെട്ട് ജീവിതം അവസാനിപ്പിച്ച് എത്രയോ ആളെ നമുക്കറിയാം. 10% അതിൽ യഥാർത്ഥത്തിൽ നടക്കണുള്ളൂ. ബാക്കി 90% അത് ദുരുപയോഗപ്പെടുത്താണ്. അത് അയൽത്തക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏട്ടനാത്ര കുടുംബങ്ങൾ പ്രശ്നമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വ്യക്തിവൈരാഗ്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബിസിനസ് പരമായിട്ടുണ്ട്, അല്ലെങ്കിൽ തരാനുള്ള പൈസ വീട്ടിൽ പോയി ചോദിക്കുമ്പോൾ കുട്ടിനെ പീഡിപ്പിച്ചു പറഞ്ഞ കേസ് കൊടുക്കുക. ഇങ്ങനത്തെ ഒരു ജാമ്യം കിട്ടാത്ത വകുപ്പുകളാക്കി ഈ മേഖലയിൽ കൂടെ കടന്നു പോവാണ്. ഇതാണ് ഇന്ന് ഈ സമൂഹത്തിലെ ഏറ്റവും കൂടുതൽ മാഷന്മാരാണെങ്കിലും മദ്രസാധ്യാപകരാണെങ്കിലും കുട്ടികൾ കേടുവരുന്നതിനെ മുഖ്യ പങ്ക് വഹിക്കുന്നത്. അതിന് ഏറ്റവും വലുത് ഈ രക്ഷിതാക്കള് ഈ മർദ്ദിക്കണോണ്ടും കള്ളക്കേസ് കൊടുക്കൊണ്ടും നമ്മളെന്തിനാ വെറുതെ സർക്കാർ ശമ്പളം ഇന്ന് ഉപദേശിച്ചാലും കിട്ടും, ഇല്ല പഠിപ്പിച്ചാലും കിട്ടും. അപ്പൊ അതുകൊണ്ട് ഒരു പ്രയാസത്തിന് വെറുതെ നിൽക്കണ്ട. സമൂഹത്തിലെ മക്കളും കുട്ടികളും സ്ത്രീകളൊക്കെ നമ്മളെ കുടുംബത്തിനടി മാനം കൊടുക്കും. അതുകൊണ്ട് ഉപദേശിച്ചുകൊണ്ട് ഒരു നന്നാവില്ല. ഒരു ഉപദേശിച്ചതിന് പകരം മാഷ അവിടെ പിടിച്ചു, അധ്യാപകൻ ഇവിടെ പിടിച്ചു, മദ്രസ മൂല്യർ ഇവിടെ പിടിച്ചു പറഞ്ഞ് കേസ് കൊടുക്കും. അപ്പൊ ജാമ്യം കിട്ടാത്ത വകുപ്പിൽ ഉള്ളിത്തുള്ളൂ. അപ്പൊ സമൂഹത്തിൽ ഒരു 2ാം നമ്പർ മനുഷ്യരായി മാറുകയാണ്. നമ്മളൊക്കെ ചെറുപ്പത്തിൽ നമ്മളറിയാം, നമ്മളൊക്കെ മദ്രസ പഠിപ്പിക്കുമ്പോഴും സ്കൂളിൽ പോകുമ്പോഴും കുറഞ്ഞ കാല വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ആ വിദ്യാഭ്യാസത്തിലൊക്കെ പോകുമ്പോൾ അധ്യാപകർ നമ്മളെ വല്ലതും ചെയ്തിക്കുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ അവർ പറയോ, അല്ലെങ്കിൽ അവര് വേറെ ആരോടെയും പറയോ, വീട്ടിൽ വാപ്പാനമ്മനെ കണ്ട് പറയോ, കുടുംബത്തിൽ അറിയിക്കോ എന്നുള്ള ബേജാറാണ്. അല്ല അവർ തച്ചപ്പോൾ അതൊരു പരാതിയായിട്ട് നമ്മൾ വീട്ടിൽ പോന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ ഇന്നത്തെ തലമുറ അവർ ചെയ്യുന്ന തോണിയാസങ്ങൾക്ക് അധ്യാപകര് ഉപദേശിച്ചാലോ 1-2 അടി കൊടുത്താലോ അതിനെ 4 ഇരട്ടിയാക്കിയിട്ട് മദ്രസാധ്യാപകം ഇവിടെ പിടിച്ചു, സ്കൂളിലെ മാഷ് അവിടെ പിടിച്ചു എന്ന് പറഞ്ഞ് കള്ളക്കേസ് ഉണ്ടാക്കി പോണോണ്ടാണ് ഈ സമൂഹത്തിൽ ഇന്ന് ഈ വിദ്യാർത്ഥികൾ 80% കേടിരുന്ന വിദ്യാർത്ഥികളിലും വലിയൊരു പങ്ക് അധ്യാപകർ ഭയപ്പെട്ടുകൊണ്ട്, ഈ പോസ്കോ കേസ് ഭയപ്പെട്ടുകൊണ്ടാണ് ഇന്ന് ഇതിനൊന്നും തുരിയാത്തത്, ഉപദേശിക്കാനും പോകാത്തത്. ഇന്നിപ്പോ നമ്മളൊരു സുഹൃത്തിന്റെ കുട്ടിനെ നമ്മൾ കണ്ടുകാണ്ട് കുറച്ച് മുമ്പ് എനിക്കുണ്ടായ അനുഭവം എന്ന് പറഞ്ഞപ്പോ ആ സുഹൃത്ത് പിന്നോട് കുറെ കാലം ഉണ്ടാകുന്നു. അപ്പൊ എന്താ സംഭവം ചോദിച്ചപ്പോ അവന്റെ മകനെ ഞാൻ കാണാൻ പറ്റാത്തൊരു സ്ഥലത്ത് നിന്ന് കണ്ടപ്പോ അത് ഓനോട് പറഞ്ഞതാണ് അതിന്റെ തെറ്റ്. അതോടുകൂടി ഓനെന്താ ഇങ്ങോട്ട് പറഞ്ഞു കൊടുത്താറില്ല. ഇന്നും അവർ ലോകിയുണ്ടെന്ന് മാത്രമേ കണ്ടാച്ചിരിക്കണം. അപ്പൊ എന്താണ്, നമ്മൾ ഉപദേശിക്കാൻ പോയാൽ അത് നമുക്കൊരു ദോഷമായിട്ട് വരുന്ന ഒരവസ്ഥയാണ്. അതാണ് ഇന്ന് ഈ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പോസ്കോ കേസുകൾ. ഒരു ജഡ്ജിനെ നമ്മൾ പണ്ടൊരു ഉദ്ഘാടനത്തിന് വിളിച്ചപ്പോ, ക്ലബിന്റെ ഉദ്ഘാടനത്തിന് വിളിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ ഓർക്കും അറിയാം ഇതിങ്ങനെ, പക്ഷെ നിയമം അതാണ്. ആ നിയമം ദുരുപയോഗം ചെയ്തുകൊണ്ട് ഈ സമൂഹത്തിൽ തെറ്റായ സന്ദേശം രക്ഷിതാക്കൾ മനസ്സിലാക്കാം. എന്തെങ്കിലും ഒന്നുമില്ലാതെ അധ്യാപകരും മദ്രസാധ്യാപകനെ ആ വീട്ടിലിട്ട് മർദ്ദിക്കണത് കണ്ടപ്പോണ്ടല്ലോ ശരിക്കും നമുക്കൊന്ന് നെഞ്ഞു പൊട്ടിപ്പോയി. ചെറിയൊരു ശമ്പളത്തിന് മക്കളെ പോറ്റാൻ വേണ്ടി ഈ ദീന് പഠിപ്പിക്കുന്ന മദ്രസാധ്യാപകരെ തല്ലുന്ന നീചമായ രക്ഷിതാക്കള് ഇനിയും ഈ ഭൂമിയിൽ നിന്നും അനുഭവിക്കും, നാളെ പരലോകത്തു നിന്നും അനുഭവിക്കും. കാരണം മക്കളെടുത്ത് തെറ്റുണ്ടോ എന്നുള്ളത് മക്കളെ 100% വിശ്വസിക്കാൻ പറ്റില്ല. കാണാത്ത ലോകത്ത് കാണാത്ത രോഗങ്ങൾക്ക് അടിമയായിട്ട് ഇന്ന് കുട്ടികൾ മാറുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ രക്ഷിതാക്കൾ ചെയ്യണം. ഇതിന്റെ മക്കൾ കേടുന്നതിന് ഒരു 90% രക്ഷിതാക്കളുടെ ശ്രദ്ധ കമ്മിയും അവരുടെ ധിക്കാരും അഹങ്കാരും പണത്തിന്റെ ഉങ്കുമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇത് അനുഭവമാണ്.